ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഹൂ ഇസ് എ ലേണർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലേണർ എന്താണെന്ന് നോക്കാം. ലേണർ എന്നാൽ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ വാല്യൂസ് അക്വയർ ചെയ്യുന്ന ഏതൊരു ഇൻഡിവിജ്വലുമാണ്. ലേണിംഗ് സ്റ്റഡിയിലോ എക്സ്പീരിയൻസ് വഴിയോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെയോ നടക്കാം. എല്ലാ ലേണേഴ്സും ഒരുപോലെയല്ല അല്ലെ, ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. ഓരോ ലേണറും ഏജ്, മെച്യൂരിറ്റി, മോട്ടിവേഷൻ, ലേണിംഗ് സ്റ്റൈൽ എല്ലാം വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിൽ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ന രീതിയും UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അഡൽട്ടിനെ പഠിപ്പിക്കുന്ന രീതിയും രണ്ടും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കുന്നത് കൂടെ ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ക്ലാസ് പ്ലാൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നെക്സ്റ്റ് ടോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഒരു ലേണേഴ്സിൻ്റെ നമ്മൾ സ്വഭാവം മനസ്സിലാക്കുന്ന വഴി ഒരു ടീച്ചേഴ്സിനെ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഒരുപാട് രീതിയിൽ നമുക്കതനുസരിച്ച് ഒരു ലേണേഴ്സിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കതനുസരിച്ച് ഒരു ക്ലാസ്സിലേക്ക് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് ടീച്ചിങ് മെത്തേഡ്, ഏത് മെത്തേഡാണ് സ്യൂട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഏത് ലേണറാണ് എന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന വഴി നമ്മളെ സഹായിക്കും അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് നമുക്ക് കേസ് സ്റ്റഡി അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റില്ല. അപ്പം അതനുസരിച്ച് നമുക്ക് അവരുടെ ലേണേഴ്സിൻ്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഏത് മെത്തേഡാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ നൽകും. അത് കഴിഞ്ഞ് കരിക്കുലം ഡിസൈൻ അല്ലേ. കരിക്കുലം ഏത് സിലബസാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഏത് സിലബസാണ്, UGC നെറ്റിലെ ഏത് സിലബസാണ്, ആ സിലബസ് അനുസരിച്ചുള്ള കരിക്കുലം നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഈ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാകുന്ന വഴി സാധിക്കും. മോട്ടിവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ. നമുക്ക് ലേണേഴ്സിനെ മനസ്സിലാക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ മോട്ടിവേറ്റ് ചെയ്യാം അല്ലേ. ഒരു കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല നമ്മൾ ഒരു UGC നെറ്റ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മോട്ടിവേഷൻ രീതി നമുക്ക് എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാനും ഈ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വഴി മനസ്സിലാവും. നെക്സ്റ്റ് ഇസ് ഇൻക്ലൂസിവിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ചിലവർ അല്ലെങ്കിൽ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും ഒരു സ്പേസ് കൊടുത്ത് എല്ലാവരെയും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അത് അനുസരിച്ചുള്ള നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് പ്ലാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുന്നത് വഴിയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വർക്ക്സ് വിത്ത് അഡൾട്ട്സ് അല്ലേ, ബട്ട് മീ ഫെയിൽ വിത്ത് അഡോളസൻസ് ഹു നീഡ് മോർ സ്ട്രക്ചർ അല്ലേ. ഗ്രൂപ്പ് ഡിസ്കഷൻസ് അഡൾട്ട്സിലോട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിലൊക്കെ എത്തിയവർക്കൊക്കെ നമുക്ക് അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ലേണിങ്ങിലോട്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ ചില പോയിന്റ്സ് ഒക്കെ കൊടുത്ത് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി നമ്മൾ അവരെ എന്ത് ചെയ്യാം, ഒരു തിയറി നമ്മൾ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി പഠിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. ആ ഒരു ഡിഫറൻസ് ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവുന്നതുകൂടെ ആ ഒരു ഗ്യാപ്പാണ് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ അഡോളസൻസ് ലേണേഴ്സിനെ കുറിച്ച് പഠിക്കാം. അഡോളസൻ എന്നാൽ ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഇവിടെ ഏജ് 12 to 19 ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏജിലുള്ള ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുന്നത്, അഡോളസൻസ് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഈ പീരീഡിലുള്ള സ്റ്റുഡൻസ് വളരെയധികം ചേഞ്ചസ് ഉണ്ടാവുന്നു. അതായത് അവരൊരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ അവരെ 4 ഏരിയസിൽ അവരുടെ ട്രാൻസിഷന് നമ്മൾ മനസ്സിലാക്കും. അതായത് അക്കാഡമിക് രീതിയിലും സോഷ്യൽ രീതിയിലും എമോഷണൽ ആയിട്ടും കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് രീതിയിലും ഈ ഒരു 4 സ്റ്റേജസിൽ അവർക്ക് ഈ ഉണ്ടാവുന്ന ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. അഡോളസൻറ്റ് ലേണേഴ്സിൻ്റെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. എപ്പോഴും അഡോളസൻറ്റ് ലേണേഴ്സ് ക്യൂരിയസും എനർജറ്റിക്കും ആയിരിക്കും, പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റ് ആവും. അവരുടെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ലോങ് ലെക്ചേഴ്സ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വഴിയാണ് അവർക്ക് ടീച്ചിങ് നമ്മൾ നടത്താറ്. അവർക്ക് എപ്പോഴും അപ്രീസിയേഷനൊക്കെ അവർക്ക് വലിയ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഫ്രണ്ട്സുമായിട്ടാണ് അവർ കോമ്പറ്റീഷൻ ചെയ്യാറ്. അതാണ് അവരെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാറ്. ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസ്, സൂപ്പർവിഷനും അവർക്ക് എപ്പോഴും ആവശ്യമാണ്.
നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നോക്കാം. ഈ സ്റ്റേജിൽ അവരുടെ ഫ്രണ്ട്സിനെ അവർ വളരെയധികം ഇൻഫ്ലുവൻസ് ആവാറുണ്ട്. അവർ ഗ്രൂപ്പിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി അവരെപ്പോഴും ആഗ്രഹിക്കും. പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഈ സമയം നമുക്കറിയാലോ ഒരു ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യും. സെൽഫായിട്ടൊരു ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡും കൂടിയാണിത്. അവർക്ക് ക്രിറ്റിസിസം വളരെ ആ പീരീഡിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ അൺനെസസറി ആയിട്ട് പബ്ലിക്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒന്ന് ഒഴിവാക്കണം. കാരണം ഇത് അവർ ഭയങ്കര മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരു ഇമോഷണലി ഒക്കെ ഒരു ഫ്ലക്ച്വേഷൻ ഉള്ള ഒരു പീരീഡാണ്. നെക്സ്റ്റ് ഇസ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അഡോൾട്സിനെ പറ്റി പല സൈക്കോളജിസ്റ്റും പറയുന്നത് സ്റ്റോം ആൻഡ് സ്ട്രെസ് സ്റ്റേജ് എന്നാണ്. സാധാരണ അവർക്ക് അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇമോഷനും അവരെ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യും. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആകും. അവർ പ്രൈസ് ചെയ്ത് അവർ ഹാപ്പി ആവും, പക്ഷെ അവർ ക്രിട്ടിസൈസ് ചെയ്ത് അവർ വളരെയധികം അപ്സെറ്റും ആവും. അവർക്ക് സെൽഫ് എസ്റ്റീമും ഒരു സെൽഫ് ഇമേജും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണിത്. അപ്പോൾ ചില സമയങ്ങളിൽ അതോറിറ്റിയെ ഒപ്പോസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അത് ഇപ്പോൾ പാരൻസ് ആയാലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, ആ ചില കാര്യങ്ങളൊന്നും അവർക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത് പറ്റില്ല. ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് അതുകൊണ്ട് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ വേണം കൂടുതലും അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പീരീഡാണ് അവരുടെ. കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ സ്റ്റേജിൽ സ്റ്റുഡൻസ് അബ്സ്ട്രാക്റ്റ് ആയി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ജീൻ പിയാഗറ്റ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത് ഇവർ ഈ പീരീഡിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നാണ്. ഇവർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് തിങ്ക് ചെയ്യും. വാട്ട് ഇഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനും അവർക്ക് ആ സമയം കഴിയുന്നു. പ്ലാനിങ്, റീസണിങ്, കമ്പാരിസൺ, അനാലിസിസ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. ക്രിട്ടിക്കൽ തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്ങും ഡെവലപ്പ് ചെയ്യുന്നു ഈ പീരീഡിൽ. എന്നാൽ തിയറി അവർക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ സ്റ്റഡിയിങ് ഡെമോക്രസി ദേ ക്യാൻ ഡിബേറ്റ് ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി റാദർ ദാൻ ജസ്റ്റ് മെമ്മറൈസിങ് ഡെഫിനിഷൻ. അല്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും അതിലെ കാര്യങ്ങൾ അവർ കൂടുതൽ എന്തുകൊണ്ടാണ് ഇതങ്ങനെ, അങ്ങനത്തെ ഉള്ള പല പല ചിന്തകളും അവരുടെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ഈ അഡോളസൻസ് ഏജിൽ ഈ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.